വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാണ് UK-യിലെ ഇമിഗ്രേഷൻ റൂൾസ് ചേഞ്ച് ആകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്ന് എന്തൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ, എന്താണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ ചേഞ്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് മൈഗ്രൻസ് ആയിട്ടുള്ളവർ ഏതെങ്കിലും ക്രൈമിൽ ഉൾപ്പെട്ടാൽ അവരെ ഡീപ്പോർട്ട് ചെയ്യും. കാരണം ഏത് രാജ്യത്തുനിന്ന് വന്നോ അവിടോട്ട് ഡീപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ക്രൈമിൽ ഉൾപ്പെടാതിരിക്കുക. കെയർ വിസ ആണല്ലോ കൂടാതെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് കെയർ വിസ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കെയർ വിസ വന്നപ്പോഴത്തേനും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. പിന്നെ പൈസ മേടിച്ച് പലരെ കൊണ്ടുവരുന്നു. പൈസ മേടിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞ ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ അവരിവിടെ ജോലി ഇല്ലാതെ അലയുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കെയർ വിസ ഇനി ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. കൂടാതെ തന്നെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുക. അതായത് മൈഗ്രൻസ് വളരെയധികം കൂടി ഒരു 3-4 വർഷം കൊണ്ട്. പക്ഷേ എങ്കിൽ മൈഗ്രൻസ് കൂടിയെങ്കിലും ഇവിടുത്തെ ഗ്രോത്തിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതിന് കാരണം വന്ന മൈഗ്രൻസ് അത്രയും ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലോട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെൻഡിച്ചർ സ്റ്റാൻഡേർഡും ഇവരുദ്ദേശിച്ച ആ ലെവലിലോട്ട് വന്നില്ല. ഇതെല്ലാം കാരണമാണ് കെയർ വിസ കംപ്ലീറ്റ് നിർത്തിവെക്കുന്നത്. അതുപോലെ തന്നെ വന്നവർ UK കൾച്ചർ അഡാപ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഈ കെയർ വിസയിൽ വന്ന് കെയറായിട്ട് ജോലി ചെയ്യുന്നവർ ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് ഇവർ എയിം ചെയ്ത് സ്റ്റാൻഡേർഡിലോട്ട് എത്തിയില്ല. അത് പല കാരണങ്ങളുണ്ട്. അതായത് കെയർ ഹോം അല്ല നഴ്സിംഗ് ഹോമിൽ കംപ്ലയിൻസ് വരുന്നു. ഒത്തിരി കംപ്ലയിൻസ് റിലേറ്റീവ്സിൻ്റെ ഫാമിലിയുടെയൊക്കെ കംപ്ലയിൻസ് വരുന്നു. വളരെയധികം ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതെല്ലാം ഇതിനൊരു ബേസിക് റീസൺ കൂടിയാണ് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ PR 10 വർഷം, ഇനി ഇവിടെ ഉള്ളവർക്കല്ല, ഇനി വരാനിരിക്കുന്നവർക്ക് PR കിട്ടണമെങ്കിൽ 10 വർഷം വെയിറ്റ് ചെയ്യണം. പക്ഷേ എല്ലാവർക്കും അല്ല, ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് വിഭാഗത്തിലുള്ളവർ, ആ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പിന്നെ ഫാസ്റ്റ് റൂട്ടിൽ കൂടെ PRന് അപ്ലൈ ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് എല്ലാവരെയും ഈ PR 10 വർഷം എന്നുള്ളത് ബാധിക്കത്തില്ല. പിന്നെ സ്റ്റുഡൻസിനെ അവർ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കോവിഡ് കാലം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയൊക്കെ ഭയങ്കരമായിട്ടും ഈ ഇക്കണോമിക്കൽ ക്രൈസിസിലോട്ട് പോയപ്പോഴത്തേനും അവർ സേവ് ചെയ്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ വിസ റൂട്ടിലാണ് അവർ അതിൽ നിന്ന് ഓവർകം ചെയ്തത്. അപ്പോൾ ആ റൂട്ട് അവർക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യമില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവിടെ വരാം, പഠിക്കാം, ആ മേഖലയിൽ ആ കാറ്റഗറിയിൽ അവർക്ക് ജോലി എടുക്കാം. 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി എന്നുള്ളത് അത് 18 മാസമാക്കി കുറച്ചിട്ടുണ്ട്. വേറെ കാര്യമായ ചേഞ്ച് ഒന്നുമില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ സ്റ്റിൽ വെൽക്കം ചെയ്യുന്നു UK-യിൽ പഠിക്കാനും അത് കഴിഞ്ഞ് ജോലി എടുക്കാനും. ഇനി വരാനിരിക്കുന്നവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ് ചെയ്യും വിസ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ. അത് നല്ല ഡിഗ്രി ലെവൽ ഉള്ള ഇംഗ്ലീഷ് ആയിരിക്കണം, ലെവൽ 6. അതുപോലെ ഡിപ്പെൻഡൻറ്റിൻ്റെയും ഇംഗ്ലീഷ് ലെവൽ അസസ് ചെയ്യും വിസ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഈ ഒരു 3-4 വർഷമായിട്ട് കെയർ വിസയിൽ വരുന്നവർക്ക് ഒന്നെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ IELTS പാസ്സായാൽ മതിയായിരുന്നു. ഇനി അതല്ല, ഡിഗ്രി വേണം. ഡിഗ്രി കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഏത് വിസയിൽ വരുന്നവർക്കും കോഴ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ, അതായത് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഡിഗ്രി ലെവലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹൈലി സ്കിൽഡ് മൈഗ്രൻസിൻ്റെ കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നത്? IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്. അതായത് അവരുടെ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്ന ഇയർലി ഇൻകം 38,000 എബോവ് ആയിരിക്കണം. എന്നാലാണ് അവർ ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് ഗ്രൂപ്പിൽ വരുന്നവർ ആകുന്നത്. ആ കാറ്റഗറിയിലുള്ളവർക്കാണ് ഫാസ്റ്റ് ട്രാക്കിലൂടെ PRന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് മേജർ ചേഞ്ചസ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.